ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹെന. ഇന്ന് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് കേട്ടോ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങളിവിടെ ആദ്യമായിട്ടാണോ, അല്ലെങ്കിൽ നീ ഇവിടെ ആദ്യമായിട്ടാണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ? ഇത് നമ്മളെങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? ഇവിടെ ആദ്യമായിട്ടാണോ? ഇവിടെ ആദ്യമായിട്ടാണോ? നിങ്ങളിവിടെ ആദ്യമായിട്ടാണോ? നീ ഇവിടെ ആദ്യമായിട്ടാണോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? അതെ, ഞാനിവിടെ ആദ്യമായിട്ടാണ് എന്ന് നമ്മൾ ഉത്തരം പറയാമെന്ന് വിചാരിക്കുക. അത് നമ്മളെങ്ങനെ പറയും? അതെ എന്ന് പറയാനായിട്ട് യെസ്, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ എന്ന് പറയാം. അതെ, ഞാനിവിടെ ആദ്യമായിട്ടാണ് എന്നെങ്ങനെയാ പറയാ? യെസ്, ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ഒപ്പം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ആദ്യമായിട്ടാണോ എന്നെങ്ങനെയാ ചോദിക്കുക? ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ഹിയർ? അതെ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. യെസ്, ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പറയും? നോ, ഞാനിവിടെ ആദ്യമായിട്ടല്ല. നോ, ഇറ്റ്സ് നോട്ട് മൈ ഫസ്റ്റ് ടൈം ഹിയർ. ഇറ്റ്സ് നോട്ട് മൈ ഫസ്റ്റ് ടൈം ഹിയർ എന്ന് നമുക്ക് പറയാം. നിങ്ങളിവിടെ ഇടയ്ക്കിടെ വരാറുണ്ടോ? അപ്പോൾ നമുക്കൊരു മറുചോദ്യം പ്രതീക്ഷിക്കാം അല്ലേ? നിങ്ങളിവിടെ ഇടയ്ക്കിടെ വരാറുണ്ടോ? ഇതെങ്ങനെ ചോദിക്കും? ഡു യു കം ഹിയർ? ഇടയ്ക്കിടെ എന്ന് ചോദിക്കാനായിട്ട് ഓഫൺ. നിങ്ങളിവിടെ ഇടയ്ക്കിടെ വരാറുണ്ടോ? ഡു യു കം ഹിയർ ഓഫൺ? ഡു യു കം ഹിയർ ഓഫൺ? നിങ്ങളിവിടെ ഡെയിലി വരാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു കം ഹിയർ ഡെയിലി? ഡു യു കം ഹിയർ ഡെയിലി? ഇനി നിത്യമായിട്ടാണെങ്കിലോ? ഡു യു കം ഹിയർ റെഗുലർലി? ഡു യു കം ഹിയർ റെഗുലർലി എന്ന് നമുക്ക് ചോദിക്കാം. അപ്പം നമ്മൾ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല അല്ലേ? ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം എങ്ങനെ പറയണം എന്നും കൂടി നമുക്ക് പഠിക്കാം. ഞാൻ ഇടയ്ക്കിടെ വരാറുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട് എന്ന് നമ്മൾ പറയില്ലേ? ഇത് നമ്മളെങ്ങനെ പറയും? ഐ കം ഹിയർ ഓഫൺ. ഞാനിവിടെ ഇടയ്ക്കിടെ വരാറുണ്ട്. ഐ കം ഹിയർ ഓഫൺ. ഐ കം ഹിയർ ഓഫൺ എന്ന് പറയാം. ഇനി ഇവിടെ ആരെയാണ് പരിചയം? നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലോ അങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കാം. ഇവിടെ ആരെയാ പരിചയം എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ? ഇവിടെ ആരെയാ പരിചയം എന്നെങ്ങനെ നമ്മൾ ചോദിക്കും? Who do you know here? ഇവിടെ ആരെയാ പരിചയം അല്ലെങ്കിൽ ഇവിടെ ആരെയാ അറിയുക എന്നെങ്ങനെയാ ചോദിക്കുക? Who do you know here? Who do you know here എന്ന് ചോദിക്കാം. അപ്പോൾ ഉടമസ്ഥൻ എൻ്റെ കൂട്ടുകാരനാണ് എന്നൊരു ഉത്തരമാണ് എന്ന് വിചാരിക്കുക. ഇത് നമ്മളെങ്ങനെ പറയും? The owner is my friend. ഉടമസ്ഥൻ എൻ്റെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ മുതലാളി എൻ്റെ കൂട്ടുകാരനാണ്. എങ്ങനെ പറയും? The owner is my friend. The owner is my friend എന്ന് പറയാം. ഒറ്റയ്ക്കാണോ വന്നത്? അപ്പോൾ കോൺവെർസേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കാണോ വന്നത്? ഇത് നമ്മളെങ്ങനെ ചോദിക്കും? Did you come alone? Did you come alone? ഒറ്റയ്ക്കാണോ വന്നത്? Did you come alone? അല്ല, ഞാൻ അമ്മയുടെ കൂടെയാണ് വന്നത്. ഇതെങ്ങനെയാ പറയാ? No, I came with my mom. No, I came with my mom എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചോദിക്കും അല്ലേ തിരിച്ച്, നിങ്ങളോ ആരുടെ കൂടെയാ എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ നിങ്ങളോ എന്ന് ചോദിക്കാനായിട്ട് വാട്ട് അബൌട്ട് യു അല്ലെങ്കിൽ ആൻഡ് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ് നിങ്ങൾ ആരുടെ കൂടെയാണ് എന്നുള്ളത്. അപ്പോൾ ആൻഡ് യു ഒന്ന് ചോദിക്കാം. ആൻഡ് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങളോ എന്നുള്ളൊരർത്ഥമാണ്. അപ്പം ആരുടെ കൂടെയാ? ഹു ആർ യു വിത്ത്? ഹു ആർ യു വിത്ത് ഇങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഹു ഡിഡ് യു കം വിത്ത് എന്ന് ചോദിക്കാം. ആരുടെ കൂടെയാണ് വന്നത്? ഹു ഡിഡ് യു കം വിത്ത്?
എന്നും ചോദിക്കാം. ആരുടെ കൂടെയാ? ഹു ആർ യു വിത്ത്? ഹു ഡിഡ് യു കം വിത്ത്? ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഹു ആർ യു വിത്ത് അല്ലെങ്കിൽ ഹു ഡിഡ് യു കം വിത്ത് എന്ന് ചോദിക്കാം. എന്താ ജോലി? നമ്മൾ ഒരാളുടെ അടുത്ത് ഡയറക്റ്റ് എന്താ ജോലി എന്ന് ചോദിക്കില്ല അല്ലേ? എന്താ ചെയ്യുന്നത് എന്നാ ചോദിക്കുക. ഈ എന്താ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാട്ട് ഡു യു ഡു. വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാൽ തന്നെ എന്താണ് ജോലി അല്ലെങ്കിൽ പഠിക്കുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യണേ എന്നെങ്ങനെയാണ് ചോദിക്കുക ഇംഗ്ലീഷിൽ? വാട്ട് ഡു യു ഡു. വാട്ട് ഡു യു ഡു. ഇനി എന്താണ് ജോലി എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്. കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്താ ജോലി എന്ന് ചോദിക്കാനുള്ള ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഏത്? വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്. വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്. വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്. എന്താ ചെയ്യണേ, എന്താ ജോലി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ജോലി എന്നിങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്. വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്. എന്താ ചെയ്യണേ, അതായത് പഠിക്കുകയാണോ ജോലിയാണോ എന്നൊക്കെ അറിയാനാണെങ്കിൽ വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കാം. ഇനി എന്താ ജോലി എന്ന് ചോദിക്കാനും നമുക്ക് വാട്ട് ഡു യു ഡു ഉപയോഗിക്കാം കേട്ടോ. എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഇത് നമ്മളിങ്ങനെ ചോദിക്കും. വേർ ഡു യു വർക്ക്. വേർ ഡു യു വർക്ക്. എവിടെയാണ് ജോലി ചെയ്യുന്നത്? വേർ ഡു യു വർക്ക്. വേർ ഡു യു വർക്ക് എന്ന് ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉത്തരം ഞാൻ മിനിസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത് എന്നാണെന്ന് വിചാരിക്കുക. ഞാൻ എങ്ങനെ പറയും? ഐ വർക്ക് അറ്റ് ദ മിനിസ്ട്രി. ഐ വർക്ക് അറ്റ് ദ മിനിസ്ട്രി. ഞാൻ മിനിസ്ട്രിയിലാണ് ജോലി ചെയ്യുന്നത്. ഐ വർക്ക് അറ്റ് ദ മിനിസ്ട്രി. ഐ വർക്ക് അറ്റ് ദ മിനിസ്ട്രി. എത്ര നാളായി അവിടെ? എത്ര നാളായി അവിടെ ജോലി ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ? എത്ര നാളായി അവിടെ? ഇതെങ്ങനെ ചോദിക്കും? How long have you been there. How long have you been there. എത്ര നാളായി അവിടെ? How long have you been there. എത്ര നാളായി അവിടെ? How long have you been there. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു രാജ്യത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാലും ആളുകൾ നമ്മളുടെ അടുത്ത് ചോദിക്കും അല്ലേ, അവിടെ എത്ര കാലമായി അല്ലെങ്കിൽ അവിടെ എത്ര നാളായി എന്ന് ചോദിക്കും. അതും ഇങ്ങനെ തന്നെയാണ് ചോദിക്കുക. How long have you been there. How long have you been there. Repeat. How long have you been there. സിനിമ കാണാറുണ്ടോ? ഇത് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക. Do you watch movies. സിനിമ കാണാറുണ്ടോ? Do you watch movies. Do you watch movies. ഞാൻ സിനിമ കാണാറുണ്ട് എന്നാണ് നമ്മളുടെ ഉത്തരം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഉത്തരം പറയും? Yes, I watch movies. ഇനി ഇല്ല, ഞാൻ സിനിമ കാണാറില്ല എന്നാണ് നമ്മളുടെ ഉത്തരം എന്നുണ്ടെങ്കിലോ? No, I don't watch movies. No, I don't watch movies. ഈ അടുത്ത് ഏതെങ്കിലും നല്ല സിനിമ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മളെങ്ങനെ ചോദിക്കും? Have you watched. സീൻ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ. Have you watched any good movies lately. ഈ അടുത്ത് ഏതെങ്കിലും നല്ല സിനിമ കണ്ടിട്ടുണ്ടോ? Have you watched any good movies lately. അല്ലെങ്കിൽ have you seen any good movies lately എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഈ അടുത്ത് ഏതെങ്കിലും നല്ല സിനിമ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മളെങ്ങനെ ചോദിക്കുക? Have you watched any good movies lately. Have you watched any good movies lately. ഇനി ഈ അടുത്ത് ഏതെങ്കിലും നല്ല സിനിമ കണ്ടിട്ടുണ്ടോ എന്നതിന് പകരം ഈ അടുത്ത് ഏതെങ്കിലും നല്ല സിനിമ കണ്ടോ എന്നാണെങ്കിൽ did you watch any good movies lately എന്ന് പറയും. അപ്പോൾ ഇൻ്റർചേഞ്ചബിളി നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ, തെറ്റൊന്നുമില്ല. ഹാവ് യു വാച്ച്ഡ് എനി ഗുഡ് മൂവീസ് ലേറ്റ്ലി. ഇതല്ലാതെ നമുക്ക് വേറൊരു രീതിയിലും ചോദിക്കാം. ഡിഡ് യു വാച്ച് എനി ഗുഡ് മൂവീസ് ലേറ്റ്ലി. ഡിഡ് യു വാച്ച് എനി ഗുഡ് മൂവീസ് ലേറ്റ്ലി. ഈ അടുത്ത് നല്ല സിനിമ ഒന്നും കണ്ടിട്ടില്ല. ഈ അടുത്ത് ഒറ്റ നല്ല സിനിമയും കണ്ടിട്ടില്ല. ഇതെങ്ങനെ പറയും? ഐ ഹാവൻറ്റ് വാച്ച്ഡ്. ഐ ഹാവൻറ്റ് വാച്ച്ഡ് any good movies lately. ഈ അടുത്ത് ഒരു നല്ല സിനിമയും കണ്ടിട്ടില്ല എന്നെങ്ങനെ പറയാ? I haven't watched any good movies lately. I haven't watched any good movies lately. ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നമ്മളടുത്ത് ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ചോദിക്കില്ലേ, ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇതെങ്ങനെയാണ് ചോദിക്കുക?
Any plans? Any plans for the birthday? Any plans for the birthday? ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? Any plans for the birthday? ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? Any plans for the birthday? ഇതുവരെ ഇല്ല എന്ന് പറയാനായിട്ട് not yet. ഇതുവരെ ഇല്ല, not yet. ഇത്തവണ 18 വയസ്സല്ലേ ആവുക? നമ്മൾ ചോദിക്കില്ലേ, ഒരു കൺഫർമേഷന് വേണ്ടി ചോദിക്കും അല്ലേ, ഇത്തവണ 18 വയസ്സല്ലേ ആവുക? അതെങ്ങനെ പറയും? You will turn 18. ഹ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഹ എന്നതിന് പകരം റൈറ്റ് എന്ന് ചോദിക്കാം. You will turn 18, right? അല്ലെങ്കിൽ You will turn 18, ഹ എന്ന് ചോദിക്കാം. ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലേ, ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് പാർട്ടി ഒന്നും തരുന്നില്ലേ? ഇതെങ്ങനെ ചോദിക്കും? Are you not throwing a party for us? Are you not throwing a party for us? ഞങ്ങൾക്ക് പാർട്ടിയൊന്നും തരുന്നില്ലേ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? Are you not throwing a party for us? Are you not throwing a party for us? അപ്പോൾ പാർട്ടി കൊടുക്കുക അല്ലെങ്കിൽ പാർട്ടി വയ്ക്കുക എന്നുള്ളതിന് ത്രോ എ പാർട്ടി, അതൊന്ന് പഠിച്ചു വയ്ക്കുക. ത്രോ എ പാർട്ടി, ഞാൻ നിങ്ങൾക്ക് പാർട്ടി തരാം. I will throw a party for you. I will throw a party for you എന്ന് പറയാം. സ്കൂളിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും? ഇത് നമ്മളെങ്ങനെ ചോദിക്കും? How long will you take? How long will you take to reach the school? How long will you take to reach the school? സ്കൂളിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും? How long will you take to reach the school? അപ്പോൾ ഓഫീസിലേക്ക് എത്താൻ എത്ര സമയമെടുക്കുമെന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിലോ How long will you take to reach the office എന്ന് പറയാം. ഏകദേശം 20 മിനിറ്റ് എടുക്കും. ഇതെങ്ങനെ പറയും? It takes around 20 minutes. It takes around 20 minutes എന്ന് പറയാം. അല്ലെങ്കിൽ it will take around 20 minutes എന്ന് പറയാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് സമയമെടുക്കും. എങ്ങനെ പറയും? It will take around 20 minutes അല്ലെങ്കിൽ it takes around 20 minutes എന്ന് പറയാം. ഞാൻ വീട്ടിലേക്ക് എത്താൻ അരമണിക്കൂർ എടുക്കും. ഇത് നമ്മളെങ്ങനെ പറയും? Let me know in the comments. ഞാനൊരു പുതിയ നെക്ലസ് വാങ്ങി. ഇത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? I bought. വാങ്ങുക ബൈ, അപ്പോൾ വാങ്ങി എന്ന് പറയാനായിട്ട് bought. I bought a new necklace. A new necklace. അത്രയ്ക്ക് വിലയില്ല, നമ്മൾ പറയില്ലേ അത്ര വിലയൊന്നും ആയില്ല. ഇതെങ്ങനെ പറയും? It's not so expensive. It's not so expensive. അത്രയ്ക്ക് വിലയൊന്നുമില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് വില ആയില്ല എന്ന് പറയാനായിട്ട് ഇറ്റ്സ് നോട്ട് സോ എക്സ്പെൻസീവ്. ഇറ്റ്സ് നോട്ട് സോ എക്സ്പെൻസീവ്. കാണാൻ എങ്ങനെയിരിക്കും അല്ലെങ്കിൽ കാണാൻ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചോദിക്കും? നമ്മുടെ മനസ്സിലൊക്കെ ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് എന്നായിരിക്കും വരിക. പക്ഷേ അത് തെറ്റായിട്ടുള്ള യൂസേജ് ആണ്. ഇംഗ്ലീഷിൽ അതൊരു റോങ് യൂസേജ് ആണ്. എക്സാക്ട് ട്രാൻസ്ലേഷൻ പഠിച്ചു വെക്കരുത്. വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? അത് കാണാൻ എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ അത് കാണാൻ എങ്ങനെയുണ്ട് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? ഈ വരുന്ന ഒക്ടോബർ 19 നമ്മൾ കിഡ്സിൻ്റെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ബാച്ച് റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളെ എൻറോൾ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കോമെൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണേ. So until we see next time, it's me Hana signing off. Take care. Bye bye.